ചോറുള്ള പള്ളിക്ക് പോകാണ് മക്കളെ. സൈഫ് ഉണ്ട് ഇവിടെ. സൈഫ് അങ്ങനല്ല. ഇനിയിപ്പോ ഒരാളുകൂടി കയറ്റാണ്ട്. അങ്ങനെ നമ്മളെ വെറും ചോറുള്ള പള്ളി മാത്രം നോക്കി പോയതല്ല. നമ്മുടെ സുഹൃത്ത് ഷക്കീഖിന്റെ പിന്നെ ജോലി ചെയ്യുന്ന അവന്റെ ക്ഷണപ്രകാരം പോയതാണ്. അവന്റെ കഫീലിന്റെ സ്പോൺസർഷിപ്പിൽ 30 ദിവസം അതിഗംഭീരമായ രീതിയിൽ തന്നെ നോക്കുക. അപ്പോൾ ഷക്കീഖ് അതിന്റെ എല്ലാ കൺട്രോളും അവന്റെ അടുത്താണ്. അതുകൊണ്ട് തന്നെ മലയാളി ഹോട്ടലിലെ ഫുഡാണ് അവിടെ ദിവസവും പിന്നെ നമുക്ക് നോമ്പുറക്ക് പിന്നെ അവരെത്തിച്ചു തരുന്നത്. അതിൽ നമ്മൾ പ്രത്യേകം പറയാനുള്ളത് ഷക്കീഖിന്റെ താല്പര്യപ്രകാരമാണ് കേരള ഫുഡ് അവിടെ സെറ്റാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നല്ല മികച്ച ഫുഡ് തന്നെയാണ്. അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മുടെ കിങ്ഡം ടവറും അതുപോലെ തന്നെ റിയാദിലെ പ്രശസ്തമായ എല്ലാ ടവറും ഒക്കെ ഉള്ള ആ റോഡ് കൂടെ തന്നെയാണ് നമ്മുടെ യാത്ര ഉള്ളത്. അങ്ങനെ എക്സിറ്റ് 2 കയറി ഞങ്ങൾ പള്ളിയുടെ അവിടേക്ക് എത്താറായി. ആ പള്ളിയുടെ മുന്നിലെത്തി. അപ്പോൾ ഷക്കീഖ് മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഞങ്ങളത്തെ 5:30 പള്ളിയിൽ. അപ്പോൾ തന്നെ ഏറെ ആളുകളൊക്കെ എത്തി ഇരുന്ന് സ്ഥലമൊക്കെ പിടിച്ചിട്ടുണ്ട്. അവരെ പള്ളിയിലും വെച്ച് കണ്ടു സാർ. ഏത് പള്ളി വെച്ച്? ഞങ്ങളുടെ കിഴക്കമ്പലം പള്ളിയിൽ വെച്ച്. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് നമ്മളെക്കാളും മുന്നേ വന്ന ലൊക്കേഷൻ കൊടുത്തിട്ട് നമ്മളെക്കാളും മുന്നേ വന്ന നമ്മുടെ റൂംമേറ്റുകളായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളെ കണ്ടത്. അങ്ങനെ കമലുവിന്റെ സുഹൃത്തുക്കളെ കണ്ട് കെട്ടിപ്പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ സീറ്റിൽ അവസാനമായിട്ട് ഇരുന്നു. ഞങ്ങൾ എല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെയാണ് ഇരുന്നത്. അങ്ങനെ അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നല്ലതരം അടിപൊളി ഫുഡ് തന്നെയാണ് നമ്മൾ വന്നത്. ഫൈസൽ നമുക്ക് നാട്ടിൽ നിന്ന് അല്ല മദീനത്ത് നിന്ന് വന്നതാണ്. അത് നമ്മുടെ ഗസ്റ്റാണ്. അങ്ങനെ അവർക്കൊക്കെ എല്ലാവർക്കും അൽഹംദുലില്ലാ റാഹത്തായി. ഞങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അതിന്റെ 5:53 ആ ടൈമിനോട് അനുബന്ധിച്ച് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ നമ്മൾ ഒരു ഫോട്ടോ എടുത്തു. പിന്നെ പച്ചമുളക് വന്നു. അത് അനൂരിലുള്ള ജോലിക്കാർ ഇന്ത്യക്കാർ കൂടുന്നതാണ്. അങ്ങനെ പള്ളിയിൽ ബക്കറ്റ് പോകണമായിരിക്കും അങ്ങനെ പോകും കേട്ടോ. അതല്ല വരെ പോകുന്നത്. ആവശ്യമുള്ള എടുക്കാം കഴിക്കാം. എന്തായാലും പച്ചമുളക് കപ്സ അതുപോലെ തന്നെ ബിരിയാണി പോലെ കഴിച്ചുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. നല്ല അടിപൊളി ഷുർബുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ്റെ പീസ് പൊരിച്ച് വെച്ചതാണ്. പിന്നെ എണ്ണക്കടി 2-3 ഐറ്റം ഉണ്ട്. പിന്നെ വെള്ളം 11 ഉണ്ട്, ഈത്തപ്പഴമുണ്ട്. അങ്ങനെ നോമ്പറക്കൽ അത് കഴിഞ്ഞ് നമ്മുടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോമ്പ് തുറക്കാൻ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഷെക്കി വന്നുകൊണ്ട് റൂമിൽ പോയി ചായ കുടിച്ചിട്ട് പോകുന്നത്. അങ്ങനെ റൂമിൽ നാട്ടിൽ നിന്ന് ഒരാളുണ്ടായിരുന്നു. വല്ലപ്പോഴത്തെ നമ്മുടെ സുഹൃത്ത് അങ്ങനെ മിച്ചർ അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കട്ടഞ്ഞാരി അതിനെ കിട്ടിട്ട് ഞങ്ങൾ അടിപൊളിയായി എല്ലാവർക്കും വളരെ സന്തോഷമായി റാത്തായി കുശലം പറഞ്ഞ് കുശലം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു വൈക്കാക്കി. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഇന്നത്തെ നോമ്പുത്ര അവസാനിപ്പിച്ച് ഞങ്ങൾ റൂമിലേക്ക് യാത്ര ചെയ്യും. വീണ്ടും അടുത്ത നോമ്പുത്രയുമായി ഞങ്ങൾ ഇതാ വരാം. ഓക്കെ.